ഹലോ ഗൈസ്, എൻ്റെ ഒരു ഡേ എങ്ങനെയാണെന്ന് കണ്ടാലോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയുന്നില്ല, ഞാൻ കുറച്ച് എന്തെങ്കിലും കാണിച്ചു തരാം. അപ്പം രാവിലെ തന്നെ എണീച്ച് വന്നപ്പോൾ തന്നെ മറ്റേ വേസ്റ്റ് എടുക്കാൻ വരുന്ന വണ്ടീൻ്റെ സൗണ്ടാണ് കേട്ടത്. മിക്ക വീക്കെൻഡിലും ഞാൻ ഇതിൻ്റെ വിസിലടി കേട്ടിട്ടാണ് എണീക്കാറുള്ളത്. ഇന്ന് ഞാൻ പതിവിലും കുറച്ച് നേരത്തെ എണീച്ച്, അല്ല ഈ സമയത്തൊന്നും എണീക്കാറില്ല. വീട്ടെടുക്കാന്ന് വെച്ച് കുറച്ച് നേരത്തെ എണീച്ച് നോക്കുമ്പോൾ കുറേ സമയം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ കുറച്ച് പുറത്തെല്ലാം നോക്കി നിന്ന് കുറച്ച് വെയിലൊക്കെ കൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് പുട്ടുണ്ടാക്കാം. അപ്പം പുട്ടിൻ്റെ പരിപാടിയിലേക്ക് അങ്ങ് കിടന്നു. പുട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം. അതാകുമ്പോൾ പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. എൻ്റെ അടുത്ത് വെച്ചാൽ പുട്ടും കുറ്റിയൊന്നുമില്ല, ഈ സാധനമാണ് മറ്റേ ചിരട്ട പുട്ടിൻ്റെ ഈ സാധനം. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പം പുട്ടും ചിക്കൻ കറിയും കഴിച്ച്. പിന്നെ പുട്ടിൻ്റെ കുറച്ച് തള്ളായിരുന്നു. കുറേ ആയി പുട്ടും ചിക്കൻ കറിയും കഴിച്ചിട്ട്. പുട്ടും കടലക്കറിയൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. പുട്ടും ചിക്കൻ കറിയും കഴിച്ചിട്ട് കുറേ കൂടുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കാണ്ട് പറയല്ല, ചിക്കൻ കറി അടിപൊളിയാണ്. സത്യം, ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത് ഇങ്ങനെ. ചിക്കൻ കറി വെക്കാറുണ്ട്, മറ്റേ ഉള്ളിയും തക്കാളി ഇട്ടിട്ട് പൊടി ഇട്ടിട്ട് വറുത്തരച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. വീട്ടിൽ പോലും ഞാൻ ഉണ്ടാക്കാറില്ല. എന്റെ ഫസ്റ്റ് ട്രൈ ആയിരുന്നു ഗൈസ്. എന്റെ ട്രൈയിൽ വീണു ചിക്കൻ. സൂപ്പറാ ഗൈസ്, വീട്ടിൽ അമ്മയിൽ ഉണ്ടാക്കുന്ന തന്നെയുണ്ട്. പിന്നെ ഒരു കാര്യം, പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. പുട്ട് എന്ന് വെച്ചാൽ ആഴ്ചയിൽ 7 ദിവസം പുട്ട് എന്നാലും ഞാൻ തിന്നും. ഒരു നേരം 3 നേരം പുട്ടും ഞാൻ തിന്നും. പുട്ട് എനിക്കൊരു വീക്ക്നെസ് ആണ്. അപ്പൊ പുട്ടും എന്തും ഞാൻ തിന്നും. പുട്ട്, കടല, മീൻകറി, ചിക്കൻ കറി, എന്തും. ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം പുറത്തു പോയിരുന്നു. പുറത്തത്തെ കുറച്ച് കാഴ്ചകൾ കാണാമെന്ന് വെച്ച്. ഇന്ന് പുറത്ത് നല്ല വെയിലായിരുന്നു. ഇന്ന് വൈകിട്ട് വരെ നല്ല വെയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സിനിമ ഡൗൺലോഡാക്കി സിനിമ അങ്ങ് കണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വാങ്ങി വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്ത് തിന്നാലോ തോന്നി. എനിക്കൊരു പ്രശ്നമുണ്ട്, എന്നാ വെച്ചാൽ ഇപ്പം എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് എനിക്ക് തീർക്കാണ്ട് ഒരു സമാധാനം കിട്ടില്ല. അതാണ് ഇപ്പം നടന്നുകൊടുക്കുന്നത്. ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, എനിക്ക് വിശക്കൊന്നുമില്ല, പക്ഷേ എൻ്റെ അടുത്ത് ഐസ്ക്രീം ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിത് എടുക്കണം. അപ്പം ഞാൻ ഇത് സിനിമ കാണുന്നെങ്കിൽ എൻ്റെ മൈൻഡിൽ അറച്ചു ഇതായിരിക്കും ഉണ്ടാവുക. അത് സിനിമയിൽ എന്താണെങ്കിലും, ഇപ്പം ഞാൻ റീൽ കാണുകയാണെങ്കിലും എൻ്റെ അടുത്ത് ഇപ്പം എന്തെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് എടുക്കണം. എൻ്റെ മൈൻഡിലായത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മൈൻഡിൽ മൊത്തം ഇതായിരിക്കും, അതിങ്ങെടുത്താലോ അത് തീർന്നാൽ പിന്നെ ഒരു സമാധാനം. അങ്ങനെയാണ് പോയിട്ട് ആ ഐസ്ക്രീമും അത് അതിൻ്റെ ആ ബിസ്ക്കറ്റ് എടുത്തുന്നത്. വൈകിട്ട് ഞാൻ നോക്കുമ്പോൾ പുറത്ത് നല്ല മഴക്കാറ്, പിന്നെ ഒരു മഴയങ്ങ് പെയ്തു. പിന്നെ കുറേ സമയം മഴയായിരുന്നു. പിന്നെ ഞാൻ രാത്രിയായപ്പോൾ രാവിലെ ഉണ്ടാക്കി പുട്ട് മറ്റേ മുട്ട വെച്ചിട്ട് പുട്ട് മിക്സ് പോലെ ആക്കി അങ്ങനെ അയച്ചു. അപ്പോൾ വീഡിയോ ഇത്രയുള്ള കേസ് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. ബൈ.